തിരുവനന്തപുരം നെടുമങ്ങാട് പോക്സോ കേസ് പ്രതി കോടതിയിൽ നിന്ന് ഇറങ്ങിയോടി. 2022 നെടുമങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പ്രതിയായ നിതിൻ രാജാണ് റിമാൻഡ് ചെയ്യവേ ഇറങ്ങിയോടിയത്. ഒളിവിലായിരുന്ന ഇയാൾ ഇന്ന് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. കുറ്റത്തിനുള്ള ശിക്ഷ കേട്ടയുടൻ ഇറങ്ങിയോടുകയായിരുന്നു. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ആഷൻ ഡിയേഗോ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആഷൻ ഡിയേഗോ, കോടതിയിൽ പ്രതി തന്നെ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു. അതിന് പിന്നാലെ ശിക്ഷാവിധി കേട്ടതിന് ശേഷം പേടിച്ചിറങ്ങി ഓടുകയായിരുന്നു. എന്തായാലും അധിക ദൂരം പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഈ പ്രതിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? ആര്യ, കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ഇത് രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു ക്രിമിനൽ തന്നെയാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. 2022 നടന്ന ഒരു പോക്സോ കേസിൽ, അതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന നിതിൻ രാജ് എന്നുള്ളതാണ്. ആനാട് സ്വദേശിയായ പെൺകുട്ടിയെ 4 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നു. അതിൽ മൂന്നാമത്തെ പ്രതിയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ള ഈ നിതിൻ രാജ് എന്നുള്ളതാണ്. ഇയാൾ 2022 മുതൽ ഒളിവിലായിരുന്നു. തുടർന്ന് ഇന്നാണ് അഭിഭാഷകനൊപ്പം നെടുമങ്ങാട് പോക്സോ കോടതിയിലേക്ക് ഹാജരാകുന്നത്. തുടർന്ന് ഈ ജഡ്ജി, അവിടെ ഉണ്ടായിരുന്ന നെടുമങ്ങാട് പോക്സോ കോടതി ജഡ്ജി ഇയാളെ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. അതിനിടയിൽ ഈ ജഡ്ജി പറയുന്നുണ്ട് 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാളോട് പറയുന്നുണ്ട്. പിന്നീടാണ് ഈ കേസ് നാളത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റുന്നതും ഇയാളെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്യുന്നത്. ഇത് കേട്ടയുടനാണ് ഇയാൾ കോടതി വളപ്പിൽ നിന്ന് എടുത്തോടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2022 മുതൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയാണ് ഇന്ന് സ്വമേധയാ നെടുമങ്ങാട് കോടതിയിലേക്ക് ഹാജരാകുന്നതും പിന്നീട് എന്തൊക്കെ ശിക്ഷ തനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ജഡ്ജി ഇക്കാര്യത്തിൽ പറഞ്ഞ ഉടൻ തന്നെ ഇയാൾ റിമാൻഡിലേക്ക് പോകുന്നതിനിടയിൽ പോലീസുകാരുടെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരുടെയും കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ള ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല പോക്സോ കേസിൽ മാത്രമല്ല കാപ്പ കേസിലും പ്രതിയായിട്ടുള്ള ആളാണ് ഈ രക്ഷപ്പെട്ടിട്ടുള്ള നിതിൻ രാജ് എന്നുള്ളതാണ്. എന്തായാലും കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇയാൾ എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആര്യ, ഓക്കെ, പ്രതിയെക്കുറിച്ച് ഇപ്പോഴും സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. തെരച്ചിൽ നടക്കുകയാണ് ഊർജിതമായി.